എനിക്ക് പ്രത്യേകിച്ചൊന്നും മാറ്റം വന്നില്ല. ഇവർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു മൊത്തത്തിലെ ആളുകൾ മാറിപ്പോയി. ഇല്ല, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു. ഏട്ടന് ഭ്രാന്താണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ത്രികോണമധ്യേ മൂലബിന്ദു കുടുങ്ങി. കൽപ്പന ഓ പെരുമ്പറ മുഴങ്ങട്ടെങ്ങും. അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ആയത്. അപ്പോൾ 6ാമത്തെ ദിവസം തൊട്ട് നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. വീട്ടിൽ വന്നപ്പോഴാണ് കുറച്ച് പെയിനൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്കും പറ്റണില്ല, പിന്നെ ഹസ്ബൻഡിനെ കയറ്റി വിട്ടിട്ട് ഹസ്ബൻഡിനും പറ്റണില്ല. ഓമ്മയായിരുന്നു. എനിക്ക് ആ ഒരു ദിവസത്തെ പറ്റിയും പിന്നെ അവിടുത്തെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു ഇത് ഇപ്പോഴും ഓർക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. 7 മണിക്കൂറോളം പെയിൻ സഹിച്ചു. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ ഞാൻ അകത്ത് കയറുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പൊ അകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ ഞാൻ പറയുള്ളൂ നോർമല് മതി, നമുക്ക് മാക്സിമം നോക്കാം. അപ്പൊ ഡോക്ടർ പിന്നെ പറയാം ജസ്റ്റ് ഇവളിങ്ങനെ അവിടെ നടന്നു വരുമായിരുന്നു. ഇങ്ങനെ ഒരു മതിലിന്റെ സൈഡിൽ നടന്നു വരുമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് നടന്നു ജസ്റ്റ് ഇവിടെ മേത്തായിട്ട് ഇങ്ങനെ മുട്ടിയതാ. ഞാൻ ചുമ്മാ ഒന്ന് പ്രപ്പോസ് ചെയ്തു. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര ജാടയൊക്കെ ഇട്ട് എനിക്കിഷ്ടമൊന്നുമില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്കിഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ആള് ഭയങ്കര ഒരു കരട പോലെയൊക്കെ ആയിട്ട് തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് അതുകൊണ്ടപ്പോൾ എനിക്ക് സങ്കടം, ഒരു മുഖത്തിലൊരു ഭയങ്കര ഒരു വിഷമം ഇട്ട ആളിങ്ങനെ പോയി. അപ്പോൾ പോയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര, കാരണം അത്രയും ദിവസം അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. കാരണം ഭയങ്കര അലമ്പായിരുന്നു. സസ്പെൻഷനൊക്കെ ഇട്ട് മറ്റേ സ്കൂളിൽ തീയൊക്കെ ഇട്ട് സസ്പെൻഷനൊക്കെ ചെയ്യുന്നുണ്ടാണോ സ്കൂളിൽ തീട്ടോ. ആള് ഇറങ്ങി വന്നപ്പം ഞാനായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പൊ എന്നോട് അപ്പൊ ഞാനപ്പോ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഒഴിവായി തന്നോളാം, അങ്ങനെ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങൾ കുറെ വിളിച്ചിട്ടുണ്ട്. എടാ ഫ്രീ ആണോ, ഒന്ന് വരാമോ, വീഡിയോ എടുക്കാൻ വരാമോ. അപ്പൊ ഉമ്മാരൊക്കെ നമ്മൾ ഒഴിവാക്കുമായിരുന്നു. പുള്ളി എല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഞങ്ങൾ എവിടെ പോകണം, ഞങ്ങൾ ട്രിപ്പിൽ എവിടെയെങ്കിലും പോയി പ്രൊമോഷന് പോകണോ, എന്തിനും എവിടെയാണ് എല്ലായിടത്തും വരും. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരുത്തനാ. അപ്പൊ അവനാണ് മിസ് ചെയ്യണത്. അവൻ സൂയിസൈഡ് ചെയ്തു. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാത്തേക്ക്. എന്നോടൊപ്പം ഉള്ളത് എനിക്കും പ്രിയപ്പെട്ട, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കപ്പിളാണ്. നമുക്ക് വെൽക്കം ചെയ്യാം കോപ്പിക്കോ കപ്പിൾസ്. നമസ്കാരം. കോപ്പിക്കോ കപ്പിൾ, ആ പേരെങ്ങനെയാ വന്നത്? അതിന് വിമൽ വിഷ്ണുപ്രിയ അങ്ങനെ വിളിക്കുന്നത് കുറവായിരിക്കും അല്ലേ? കൂടുതലും കോപ്പിക്കോ എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അറിയണത്. എങ്ങനെയാ വിമലെ ആ ഒരു പേര് എന്തുകൊണ്ട് എങ്ങനെയാ? അത് ഒരു എന്താ, നമ്മള് മറ്റേ റിലേഷൻ ആയിക്കൊണ്ടിരുന്ന ടൈമില് ഞാൻ മറ്റേ കോപ്പിക്കോ മിഠായില്ലേ, അത് ജസ്റ്റ് എപ്പോഴും കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കൊടുത്ത് പിന്നെ ഇങ്ങനെ ഞങ്ങള് മിഠായി ഇഷ്ടമാണ്. അപ്പൊ ചുമ്മാ ഞങ്ങളിങ്ങനെ അക്കൗണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ ആലോചിച്ച് ചുമ്മാ ഒരിത് കിട്ടിയപ്പോ ഇട്ടതാ. എന്നാലും അതൊരു വെറൈറ്റി ആണ്. എനിക്കും തോന്നി ആ പേരിന് പിന്നിൽ എന്താണ്? കോപ്പിക്കോ, കോഫി ഭയങ്കര ഇഷ്ടമാണോ? മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ മിഠായി കൊണ്ട് ഇതിലോട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇട്ടതാണ്. പ്രണയിക്കുന്ന സമയത്ത് എല്ലാരും മഞ്ചും ഡയറി മിൽക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലേ? പക്ഷെ വ്യത്യസ്തമായിട്ടാണ് വിഷ്ണുപ്രിയക്ക് കോപ്പിക്കോ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ചെലവും കുറവായിരുന്നില്ലേ? അന്ന് പൈസ ഇല്ലല്ലോ, അതിനന്ന് ഊരല്ലേ. അതിന് അന്ന് 50 പൈസയൊക്കെ ഉള്ളൂ അല്ലേ? 1 രൂപ. ഇപ്പോഴും 1 രൂപ തന്നെയാന്ന് തോന്നുന്നു, മാറിയിട്ടില്ല. ശരിക്കും ഇപ്പോഴത്തെ വിശേഷത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പോഴാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് 17 ദിവസമേ ആയിട്ടുള്ളൂ. കുഞ്ഞിനെ ഉറക്കി കിടത്തി അങ്ങനെയാണ് വന്നിരുന്നത്. സമയവും കുറവാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛനും അമ്മയായിട്ടുള്ള ഈ ഒരു ലൈഫ്? എനിക്ക് പ്രത്യേകിച്ചൊന്നും മാറ്റം വന്നില്ല. ഇവർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു മൊത്തത്തിലെ ആളുകൾ മാറിപ്പോയി. ഭയങ്കര ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് കരയോർന്ന്. ആദ്യത്തെ ഒരു ദിവസം സി സെക്ഷനും കൂടി ആയിരുന്നല്ലോ. അപ്പം 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ആയത്. അപ്പോൾ 6ാമത്തെ ദിവസം തൊട്ട് നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം 5 ദിവസം അവർ അവിടെ നിന്ന് നമുക്ക് പെയിൻ കില്ലേഴ്സ്, മരുന്നുകൾ, കാര്യങ്ങളൊക്കെ തന്ന് നമുക്ക് ആ ടൈമിൽ നമുക്ക് അധികം പെയിൻ ഫീൽ ചെയ്യില്ല. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് മരുന്നിൻ്റെ ഇതൊക്കെ ഇത് കഴിഞ്ഞപ്പം കുറച്ച് പെയിനൊക്കെ വരാൻ തുടങ്ങി, സ്റ്റിച്ചിൻ്റെ കാര്യങ്ങളിലൊക്കെ. അപ്പം ഞാൻ രാത്രി ഇടയ്ക്ക് വിളിച്ച് കരയും. അപ്പോൾ ആൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ഒരു റെൻ്റൽ ഷോപ്പ് ഉണ്ട്, അവിടെ നിൽക്കണം, പിന്നെ എൻ്റെ അവിടെ നിൽക്കണം. മൊത്തത്തിൽ അവനോട് അവിടെ ഇവിടെ ഓട്ടോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ അധികം നിൽക്കാനൊന്നും പറ്റാറില്ല. അപ്പം കൂടുതലും നമ്മൾ ഈ ഒരു ടൈമിൽ ഹസ്ബൻഡ് വേണമാണല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ മിസ്സാവുമ്പോൾ ഞാൻ വിളിച്ച് കരയും.
ഡെയിലി രാത്രി വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ചുമ്മാ അറിഞ്ഞിട്ട് എനിക്കറിയില്ല എന്ത് പറഞ്ഞു വരണേന്ന്. അതൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അത് ആ ഡെലിവറി കഴിഞ്ഞ ആ ടൈമിൽ തന്നെ വരുമോ, അതോ എല്ലാരും പറയും കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും? ഇല്ല, നമുക്ക് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പം രാത്രിയൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ 2 മണിക്കൂർ ഇടവിട്ട് ബേബിനെ ഫീഡൊക്കെ ചെയ്യണം. അപ്പം ചില സമയത്തൊക്കെ നമുക്ക് ഉറക്കം കിട്ടാറില്ല. നേരത്തെ ഡെയിലി 12 മണി 1 മണി വരെ കുറേക്കൊണ്ടിരുന്ന പെട്ടെന്ന് ചേഞ്ച് വന്നപ്പോൾ എനിക്കറിയാം, കാരണം നമുക്ക് ഡെലിവറി കഴിയുമ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുക. അപ്പം അതിന് മുന്നേ നമ്മൾ എന്തായാലും ഉറങ്ങി തീർക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡെലിവറി ആയ സമയത്ത് ഞാൻ 11 മണി 12 മണി ആ ടൈമിലേക്ക് ഞാൻ എണീറ്റ് ആ ഒരു ടൈമിലേക്ക് ഫുഡും കാര്യമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നപ്പം ഉറക്കവും ശരിയാവണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാവാറില്ല. എന്ന് വെച്ചാൽ കറക്റ്റ് ഉറക്കം കിട്ടാത്തതുകൊണ്ട് നമുക്ക് അധികം വിശപ്പ് ഫീൽ ചെയ്യില്ല. രാവിലെ ഏതാ മറ്റേ രാത്രി ഏതാ അതൊന്നും അറിയാത്ത സമയത്താണ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം ഇല്ലല്ലോ. കാരണം ബേബീനെ ഫീഡ് ചെയ്യണം, പിന്നെ നമ്മുടെ കാര്യങ്ങളാണ്. ചിലപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് വായിൽ വെക്കുമ്പോഴായിരിക്കും ബേബി കരയണത്. അപ്പം തന്നെ ഓടി വന്ന് ചിലപ്പോൾ ഫീഡ് ചെയ്തിട്ടായിരിക്കും പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണത്. പെട്ടെന്ന് ഒരു ലൈഫിൽ ചേഞ്ച് വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചൊക്കെ രാത്രി കരയുമ്പോ ഇതൊക്കെ മനസ്സിലാക്കാറുണ്ടോ? ഞാൻ അവിടുന്ന് ഡെയിലി രാത്രി എന്നിട്ട് വരും. ഇവള് വിളിച്ച് കരയുമ്പോ ഞാൻ ഡെയിലി അല്ല, ഇടയ്ക്ക് അവിടുന്ന് ഞാൻ ദിവസവും പറ്റുന്ന സാഹചര്യങ്ങൾക്കൊക്കെ വന്ന് വീട്ടിൽ വന്ന് നിന്നിട്ട് പോവാറുണ്ട്. പിന്നെ അവിടെയും കൂടി മാനേജ് ചെയ്യണമല്ലോ, ഷോപ്പും കൂടി മാനേജ് ചെയ്യണമല്ലോ. പിന്നെ ഒത്തിരി ദൂരമാണ് മൂവാറ്റുപുഴ, ഇത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരെ അത്താണി വരെ വരണമല്ലോ അല്ലേ? അത്താണി വിഷ്ണുപ്രിയയുടെ വീടും എൻ്റെ ഇവിടെ മൂവാറ്റുപുഴ. അപ്പോൾ ഇവിടെ റൂമൊക്കെ എടുത്ത് കുറച്ച് ദിവസം സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അന്നേരമൊക്കെ വന്ന് നൈറ്റൊക്കെ നിൽക്കുമായിരുന്നു ആ ഡെലിവറിയുടെ ആ ഒരു സമയത്ത് കാര്യങ്ങൾക്കൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്നും ഒരുമിച്ച് കഴിയുന്നതാണ്. രാത്രിയിൽ എപ്പോഴും നിങ്ങൾ എപ്പോഴും ഒന്നിച്ചാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പ്രസവിച്ച് കഴിഞ്ഞ് വിഷ്ണുപ്രിയയുടെ വീട്ടിലാണ്. അപ്പോൾ രാത്രി ആ ഒരു ഒറ്റപ്പെടലുണ്ടാവും. കുഞ്ഞുണ്ടെങ്കിലും ഒന്നും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആശ്വസിപ്പിക്കും എന്നും പോയിട്ട്. ഞാൻ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ രാത്രി പോകുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മെയിനായിട്ട് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡെലിവറി ടൈമിൽ ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കയറി കാണാമെന്ന് വെച്ച്. അപ്പോൾ കയറി കണ്ടപ്പോൾ തൊട്ട് ഇവള് പെയിൻ വന്നത് ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ തൊട്ട് പുള്ളിക്കാരി ഞാൻ കയറണം 3 മണിയൊക്കെ ആയപ്പോഴാണ് അകത്ത് കാണുന്നത്. അപ്പോഴാണ് ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ഇവളുടെ ഒരു പെയിനും കാര്യങ്ങളും അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ പുറത്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ അകത്തപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് വന്നിട്ട് അവിടുത്തെ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ തീരുമാനം എന്താ, പെയിൻ വന്നുണ്ട് പക്ഷെ ഇവൾക്ക് ആവുന്നില്ലല്ലോ. അപ്പോൾ വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ സിസേറിയൻ വേണ്ടെന്നേ പറയുന്നത്. എന്നിട്ട് ചെന്ന് ഞാൻ കാണുമ്പോൾ ഇവളുടെ ഞാൻ ഡയറക്റ്റ് കയറി ചെന്നപ്പോഴത്തേക്ക് ഇവളുടെ ഒരു ഇത് കണ്ടോണ്ടിരിക്കും, വേദന സഹിച്ചു. ഇത് ഭയങ്കര ഇതായിട്ട് എന്നെ കണ്ടപ്പോൾ പിന്നെ കൂടെ കൂടി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി, എൻ്റെ ഒരു മൈൻഡ് അങ്ങോട്ട് മാറി. പിന്നെ ഞാൻ എന്തായാലും കുറേ പിള്ളേർക്ക് ഇങ്ങനെ കുറേ സമാധാനിപ്പിച്ച് ഒരു 7 മണി വരെ പിന്നെ നോക്കി. അപ്പോൾ വേദന കഴിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ വേണ്ട സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു ഇത് ഡയറക്റ്റ് കണ്ടുകൊണ്ട് എനിക്ക് അത് ഭയങ്കര മനസ്സിലിങ്ങനെ കിടക്കേണ്ട ആ ഒരു സിറ്റുവേഷനിലൂടെ. അതുകൊണ്ട് നമുക്ക് ആർക്കാണെങ്കിലും അങ്ങനെ ഒരു ഇപ്പോൾ ഒരു എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ഓടി വരാനായിട്ട് അതൊക്കെ ഭയങ്കര ഇത് മൈൻഡിൽ കിടക്കുക. അത് കണ്ടുകൊണ്ട് മനസ്സിലായി. ഇപ്പം അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ സിസർ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുമെങ്കിൽ പോലും നോർമൽ മതി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പം നേരിട്ട് കണ്ടുകൊണ്ട് എൻ്റെ അമ്മയും കൂടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും പറ്റണില്ല, പിന്നെ ഹസ്ബൻഡിനെ കയറ്റി വിട്ടിട്ട് ഹസ്ബൻഡിനും പറ്റണില്ല. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻ ഒറ്റയടിക്ക് വന്ന് നമുക്ക് ഡെലിവറി ആവണമെങ്കിൽ കുഴപ്പമില്ല. ഇത് നമുക്ക് വിട്ടായിരിക്കും ഇടയ്ക്ക് ഇതാവും. നമുക്ക് ആ ഒരു കൺട്രാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ അവർ പെയിനിലുള്ള ആദ്യത്തെ ഒരു മരുന്നിട്ടു, പിന്നെ അത് കഴിഞ്ഞു അത് തീർന്നു, വീണ്ടും 2ാമത്തെ മരുന്നും കൂടി സ്റ്റാർട്ട് ചെയ്തു അവർ. എന്നിട്ടും നമുക്ക് ഡിഫറൻസ്, നമ്മൾ ആ ഒരു പെയിൻ സഹിക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. എങ്ങനെയാണ് സഹിച്ച ഒരു പെയിൻ? അത് വയസ്സുണ്ട് എനിക്ക് 24. 24 വയസ്സിൽ ഇത്രയും വലിയ പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന. അത് ഒരു ട്രോമയായിരുന്നു. എനിക്ക് ആ ഒരു ദിവസത്തെ പറ്റിയും പിന്നെ അവിടുത്തെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു ഇത് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചായിരുന്നു. കാരണം നോർമൽ ആവാനായിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്തായിരുന്നു. കാരണം രാവിലെ 4 മണിക്ക് തൊട്ടാണ് പെയിൻ. രാവിലെ ഒരു 4 മണിക്ക് ചെറുതായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോൾ അതിൻ്റെ പെയിൻ്റെ ഇത് കൂടി വന്നു. അപ്പോഴാണ് ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോയപ്പോൾ അവർ പറഞ്ഞു
ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേനും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ കയറ്റി. അങ്ങനെ പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടവിട്ട് വരുന്ന ഒരു പെയിന് ഭയങ്കര ശക്തിയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല. നമുക്ക് ഒറ്റയടിക്ക് ഒരു പെയിൻ വന്ന് നമ്മൾ പുഷ് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇത് രാവിലെ ആ ഒരു അത്രയും 10 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ ആ പെയിൻ സഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. അപ്പോഴും മരുന്ന് പോകുന്നുണ്ട്, എന്നിട്ട് ഒരു ഡിഫറൻസും ഇല്ല. കുറേ മണിക്കൂറോളം പെയിൻ സഹിച്ചു. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ തന്നെ പറഞ്ഞു സി സെക്ഷൻ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവര് വന്ന് കാണുകയും ചെയ്തല്ലോ. അപ്പോഴും എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. കാരണം ഇനിയും 4 മണിക്കൂർ ഡോക്ടർ പറയുകയും ചെയ്തു, ഇനിയും 4 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ നോർമൽ ആവണം എന്നില്ല. ചിലപ്പോൾ അതും സി സെക്ഷനിലേക്ക് പോകാൻ ചിലപ്പോൾ വിഷ്ണുപ്രിയ ചിലപ്പോൾ ആ ഒരു ടൈമിൽ തളർന്നു വരും. കാരണം രാവിലെ തൊട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയതാണ്. അപ്പൊ അവര് വന്നിട്ട് PV ചെക്ക് ചെയ്യും. PV ചെക്ക് ചെയ്യണ സമയത്ത് ബേബിയുടെ ഹെഡ് താഴേക്ക് ഇറങ്ങി വരുന്നില്ല. അപ്പൊ ആ ഹെഡ് വരെ ഇത്തിരി നീര് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേബിക്കും കൂടി പ്രോബ്ലം ആയേനെ ഒരു 4 മണിക്കൂർ സഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്ന സി സെക്ഷൻ മതി. കാരണം ഈ വേദനയേക്കാളും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയാണ് സി സെക്ഷൻ എന്ന് പറയുന്നത്. കാരണം ആ വേദന നമുക്ക് എന്തായാലും നമുക്ക് സഹിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. എന്നുവെച്ചാൽ നോർമൽ ഡെലിവറി ആവാൻ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു അല്ലേ? എന്താ യോഗ അങ്ങനെ ഓരോ ജിമ്മിന്റെ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയില്ല. അപ്പൊ ഇങ്ങനെ പൊതുവെ എല്ലാവരും ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത ശരിക്കും അങ്ങനെ തന്നെയാണ്? എക്സസൈസ് ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് പണികളൊക്കെ എടുത്താൽ നോർമൽ ഡെലിവറി ആവും അങ്ങനെ ഇല്ല അല്ലേ? ശരിക്കും ഇല്ല. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതി പോലെ ഇരിക്കും. നമ്മൾ ഒത്തിരി പണി ചെയ്യുന്നു അല്ലെങ്കിൽ ഒത്തിരി എക്സസൈസ് ചെയ്യുന്നു, അതിലൊന്നും ഒരു കാര്യമില്ല. പറയുകയും ചെയ്തു നോർമൽ. കാരണം ഇടയ്ക്ക് വന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 2 ഫിംഗർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഡോക്ടർ ഗുഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ പഴയ ആ ഒരു ഇതിൽ തന്നെ നിൽക്കണേണ്. ഹെഡ് താഴേക്ക് ഇറങ്ങി വരുന്നില്ല. പിന്നെ ബേബിക്ക് വെയിറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു. 3.375 kg ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇച്ചിരി പ്രോബ്ലം ആണ്. പിന്നെ ഹെഡ് താഴേക്ക് ഇറങ്ങി വരുന്നില്ല. ഹെഡ് അങ്ങനെ താഴേക്ക് ഇറങ്ങി വരാത്തോണ്ട് നീര് വെച്ചെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് അതും ഒരു ടെൻഷനായി പോയി. അപ്പൊ തന്നെ ഞാൻ ഡോക്ടറെ കാലുപിടിച്ച് പറഞ്ഞു സി സെക്ഷൻ മതി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും തളർന്നു പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് പറ്റണില്ലായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് എല്ലായിടത്തും പോയിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റണില്ല, എനിക്ക് മറ്റേ ഉള്ളിൽ നിന്ന് വന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ചേരം മാറിപ്പോയി വന്നിട്ട് ഒന്ന് ഓക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ് നമുക്ക് തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ പറ്റൂല, ആളത്രക്ക് ഇതായി വയ്യാണ്ടായി. ഇവളുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ലായിരുന്നു. അതുപോലെ എനിക്ക് ഇപ്പോഴും എനിക്ക് ആലോചിക്കാൻ പറ്റൂല. കാരണം ആ ഒരു വേദന പോയ പോലെയാണ്. നമുക്കിങ്ങനെ പറയാനേ പറ്റില്ല, അനുഭവിച്ച ഒരു അവസ്ഥയുണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഒരു ടൈമിൽ എത്രയും പെട്ടെന്ന് ബേബി പുറത്ത് വന്നാൽ മതി എന്നുള്ള ഒരു ഇതായിപ്പോയി ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയപ്പോൾ. കാരണം അത്രയും പറ്റണ്ടായിരുന്നില്ല. ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. വേദന നോർമൽ ഡെലിവറിക്ക് വേണ്ടി കാത്തുനിന്ന് ലാസ്റ്റ്. ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അകത്ത് കയറുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പൊ അകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ ഞാൻ പറയുള്ളൂ നോർമൽ മതി, നമുക്ക് മാക്സിമം നോക്കാം. അപ്പൊ ഡോക്ടർ പിന്നെ പറഞ്ഞായിരുന്നു 4 മണിക്കൂർ നമുക്ക് കുറച്ചുകൂടെ നോക്കാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ നോക്കാന്ന് പറയുള്ളൂ. പിന്നെ ഡയറക്റ്റ് കണ്ടിപ്പോ ഞങ്ങൾക്ക് ആർക്കും പറ്റണില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തളർന്നു പോയ ഒരവസ്ഥ വന്നേനെ. ശരിക്കും നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ലേബർ റൂമിൽ കയറ്റുന്ന സമയത്ത് നമ്മൾ എനിമ തന്ന് നമ്മൾ കഴിച്ച ഫുഡൊക്കെ പോകും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു മറ്റേ ഒരു എനർജി ഉണ്ടാവില്ല, നമുക്ക് ശക്തി ഇല്ലാത്ത പോലെ. എനിക്ക് അന്നത്തെ ദിവസം ജ്യൂസ് വാട്ടർമെലൻ ജ്യൂസ് മാത്രം കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബലത്തിലാണ് വൈകുന്നേരം വരെ നിന്നത്. ആ വീഡിയോ കണ്ടായിരുന്നു. പക്ഷെ വീഡിയോ കാണുമ്പോൾ നമ്മൾ പിന്നെ അതിൽ തന്നെ കുറച്ച് ക്ഷീണം തോന്നുന്നുണ്ട്. പക്ഷെ ഇത്രയധികം വേദന മൊത്തം എടുത്തില്ല. ഞാൻ ജസ്റ്റ് വെച്ചിട്ട് ആദ്യത്തെ ഒരു അത് നമ്മൾ ആദ്യം എടുത്തത്. ഞങ്ങൾ ആദ്യം എടുത്തത് ആദ്യത്തെ ഒരു 10 മണി തൊട്ട് ഒരു 12 മണിക്കുള്ളിലായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ള മൈൻഡൊക്കെ പോയി. ഇവളുടെ ഇത് പിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സൈൻ ഒപ്പിടുന്നു. പിന്നെ ബാക്കി അതിന്റെ മറ്റേ ലേബർ റൂമിലോട്ട് കയറ്റി വഴി എന്നെ കയറ്റിയായിരുന്നു ആദ്യം, മറ്റേ പിടിക്കാൻ ഇതിനൊക്കെ വേണ്ടിട്ട്. അപ്പൊ ഒന്നും വലിയ പെയിന് കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൈകിട്ട് കയറ്റണേ. എന്നാലും പെയിൻ ഉണ്ടാവോ? അല്ല ആദ്യം കുഴപ്പമില്ലായിരുന്നു. ആദ്യം ഇവള് വലിയ നോർമൽ ഒരു അത്യാവശ്യം നമുക്ക് പെയിൻ ലേബർ റൂമിൽ കയറിയല്ലേ ഉള്ളൂ. പെയിൻ നമുക്ക് തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു മരുന്ന് നമ്മുടെ ആ ഒരു ബോഡിയിലേക്ക് ഇറങ്ങുന്നേ ഉണ്ടാകും.
അപ്പം ആ മരുന്നും പിന്നെ കൂടാതെ നമ്മൾ എല്ലാത്ത പെയിനും ഉണ്ട് നമുക്ക്. പിന്നെ മോളെ എപ്പോഴും നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പൊതുവെ പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, നോർമൽ ഡെലിവറിക്ക് ആ സമയത്ത് മാത്രം അനുഭവിക്കുന്ന ഒരു വേദനയാണ്. സിസേറിയന് വേദനയെ ഉണ്ടാവില്ല, അതെന്ന് വെച്ചാൽ പെട്ടെന്ന് കീറി നമ്മൾ കുട്ടിയെ എടുക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പൊതുവെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോർമൽ ഡെലിവറിയാണ് ഭയങ്കര കഷ്ടപ്പാടെന്ന്. അപ്പോൾ സിസേറിയൻ ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പ്രസവിച്ച ഒരാളെന്ന നിലയിൽ അതെന്താ പറയാനുള്ളത്? സിസേറിയൻ ഇതേപോലെ തന്നെ നോർമൽ പോലെ തന്നെ ഉള്ള വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള പെയിന്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബാത്ത് ചെയ്യുമ്പോൾ ഉള്ള നമ്മൾ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ ഇത് സീസേഷൻ കഴിഞ്ഞപ്പോഴത്തേനും ആളാണ് എന്നെ അവിടെ ഇരുത്തി മറ്റേ റൂമിലേക്ക് തന്നെ കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഫസ്റ്റത്തെ ആ ഒരു വോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളവിടെ എണീക്കാൻ അവർ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയും, സി സെക്ഷൻ കഴിഞ്ഞ് ആ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് നമ്മളെ കൊണ്ട് നടക്കാൻ പറയാം. അപ്പോൾ അത് നടന്ന് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് വേണം നമ്മളെ റൂമിലേക്ക് വിടുകയുള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ ആ ഒരു നടത്തം എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. കാരണം നമ്മളവിടെ സ്റ്റിച്ച് ഇട്ടേക്കുവാണ്, കുറേ ലെയേഴ്സ് കട്ട് ചെയ്തിട്ട് ആ ലെയർ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ഇട്ടേക്കുവാണ്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിയിൽ. നല്ലൊരു പെയിനായിരുന്നു. നമുക്കിപ്പോൾ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അമ്മയാണ് എന്നെ കുളിപ്പിക്കണതും എല്ലാം. ഇപ്പോഴും ഞാൻ തന്നെയായിട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ആയിട്ടില്ല. 17 ദിവസമാണ് ആയിട്ടുള്ളൂ. 40 ദിവസമെങ്കിലും ആവണം നമ്മുടെ ആ ഒരു 40, ശരിക്കും പറഞ്ഞിട്ട് 3 വർഷമെങ്കിലും ആവണം നമ്മുടെ ആ ഒരു പഴയ ആ ഒരു ഇതിൽ എത്താന്നാണ് പറയണത്. ഇപ്പോൾ എങ്ങനെയാണ് ആഫ്റ്റർ ഡെലിവറി, എങ്ങനെയാണ് പ്രസവ ശുശ്രൂഷയൊക്കെ, എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നതൊക്കെ, എങ്ങനെയാണ് രാവിലെ ഉറങ്ങാൻ സമയമുണ്ടോ? ഉറങ്ങാൻ സമയം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് കൊച്ചിനെ ഫീഡ് ചെയ്യിപ്പിക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ അലാറം വെച്ചിട്ടാണ് എണീക്കാറ്. ചിലപ്പോൾ അലാറം വെക്കാതെ തന്നെ ആൾ എണീക്കും, 2 മണിക്കൂർ ഇടവിട്ട് എണീക്കും. അപ്പോൾ ഫീഡ് ചെയ്ത് നമ്മൾ കിടത്തി ഉറക്കുമ്പോൾ ഒരു നേരവും അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞുണ്ടാവും. പിന്നെ അടുത്ത ഫീഡ് ചെയ്യാനായിട്ടുള്ള ടൈം നമ്മളൊന്ന് ഉറങ്ങി വരുമ്പോഴത്തേനും അടുത്ത ഫീഡ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരിക്കും. പിന്നെ അമ്മയാണ് ഇപ്പോൾ ഫുള്ളും കാര്യങ്ങൾ നോക്കണതും എല്ലാം. ഈ മരുന്നൊക്കെ കഴിക്കുക അതൊക്കെ ആയോ? അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടോ? പച്ചമരുന്ന് കഴിക്കുന്നത്? പച്ചമരുന്ന് ഉണ്ട് ഇപ്പോഴും. പക്ഷേ കാരണം നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്തൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ പണ്ടൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന 3-4 നേരം കഴിപ്പിക്കും. ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ? വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ പ്രോപ്പറായിട്ട് സ്ലീപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പില്ല മെയിനായിട്ട്. ചിലർക്ക് ഇങ്ങനെ ഈ പ്രഗ്നൻസി ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ടാവും എന്നാണ് പറയുന്നത്. എനിക്ക് ആ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വിശപ്പില്ല. കാരണം നമുക്ക് ആ ഒരു ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് വേറെ ടൈമിലാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പം ബേബി ഉറങ്ങത്തുണ്ടാവില്ല, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ബേബിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ടൈം ഉണ്ടാവുക. ഒരു സ്ത്രീ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അല്ലേ? അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോ എന്താ തോന്നുന്നത്? എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുള്ള അവിടുത്തെ ഒരു ഇത് മൊത്തത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ മൈൻഡ് മൊത്തം കട്ടായി പോകും. അല്ല, മൊത്തത്തിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറി ഒരു പുതിയ ഒരാളായി മാറുകയാണ്. പുതിയ ആളെ ഇവള് മൊത്തത്തിൽ മാറി, ചേഞ്ച് ആയി, ഫുള്ള് ചേഞ്ച് ആയി. ക്യാരക്ടറൊക്കെ മൊത്തത്തിൽ മാറി. എന്താ മാറിയപ്പോ കുറച്ച് മെച്ചുവേർഡായോ? മെച്ചുവേർഡ് ആയതല്ല, എന്തൊക്കെയൊരു ഡിപ്രഷനോ ഭയങ്കര ഒരു വിഷമം ഇതൊക്കെയാ. നമുക്ക് ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ഉണ്ടാവും ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട്. ഒരു സ്വാഭാവികമായിട്ട് കുറേ ഇങ്ങനെ നമുക്ക് പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള ചിന്തകളല്ലാണ്ട് തന്നെ പല പല ചിന്തകൾ നമ്മുടെ മൈൻഡിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. വെറുതെ എൻ്റെ അടുത്ത് ഞാൻ പഴയ പോലെ ആണോ, ഞാൻ ആവോ? ഭയങ്കര ഈ പ്രഗ്നൻസി ടൈം കഴിഞ്ഞിട്ട് പോലും എനിക്ക് അപ്പോഴും ഒരു 5 മാസത്തിലുള്ള വയറുണ്ടായിരുന്നു. അപ്പൊ ഞാനപ്പോൾ ടെൻഷൻ ആയിപ്പോയി. കാരണം ഈ വയറ് ഇങ്ങനെ തന്നെ നിൽക്കുമോ, കുറയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടനോട് കുറെ ഇങ്ങനെ പറയും, ഇത് ഇങ്ങനെ തന്നെയാണ് നിൽക്കുള്ളൂ, വേറെ പഴയ പോലെ ഡ്രസ്സും കാര്യങ്ങളും എനിക്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. പണ്ടൊക്കെ ഇങ്ങനെ പൊട കെട്ടുക എന്നൊക്കെ പറയും, ഇങ്ങനെ മുറുക്കി, അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് എറണാകുളം ഭാഗത്തൊക്കെ? ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മളത് ശരിക്കും ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ ചോദിച്ച സമയത്ത്. നമുക്ക് ഇവിടെ 2 കോർ മസിൽസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ശരിക്കും അത് വലിച്ചു കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇതുണ്ടാവില്ല. അവിടെ വികസനം ഉണ്ടെങ്കിലാണ് നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ കുറയുള്ളൂ. പണ്ട് നാട്ടുമ്പുറത്തൊക്കെ എന്റെ ചേച്ചി എല്ലാവരും പ്രസവിക്കും, ഒരു വിരല് താഴാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്.
ഇപ്പം ഡോക്ടേഴ്സ് ഒക്കെ പണ്ടത്തെ വലിപ്പം ഒരുപാട് വേറെ വേറെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. പ്രസവിക്കുന്ന സമയത്ത് പുറത്ത് ഏറ്റവും കൂടുതൽ ഹസ്ബൻഡാണ് വേദന അനുഭവിക്കാന്ന് പറയും. ഇരട്ടി വേദന, പുറത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ ഉലാത്തു എന്തായിരിക്കും ഇപ്പൊ ഉള്ളിൽ എന്നുള്ള ഒരു ഇത്. കുഞ്ഞിനെ കയ്യിൽ വാങ്ങുന്ന സമയത്തും അതിന് മുമ്പ് ആ ഒരു ഡെലിവറി സമയത്ത് എന്തായിരുന്നു മൈൻഡില്? ആ മൈൻഡില് ആദ്യം എനിക്ക് മൊത്തത്തിൽ ഇവളുടെ ഒരു കാര്യം ഓർത്തിട്ടായിരുന്നു ഫുള്ള് ടെൻഷൻ. കാരണം വെച്ചാൽ ഇവളുടെ ആ ഒരു കരച്ചിൽ കണ്ടിട്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഡോക്ടർ പിന്നെ അവിടെ വന്നില്ലായിരുന്നു. കുറച്ചേരത്തേക്ക് പുള്ളിക്കാര് അവിടെ മാറിയിരിക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കരച്ചിൽ കണ്ടിട്ടല്ല ഇറങ്ങിയത്. പിന്നെ എൻ്റെ മൈൻഡ് ഇത് എങ്ങനെയെങ്കിലും സി സെക്ഷൻ ചെയ്ത് ഇവിടെ ഒന്ന് ഇതാക്കണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ എന്റെ മൈൻഡ് മൊത്തം കട്ടായിട്ടിരിക്കുന്നു, പറയാൻ പറ്റുള്ള. കുഞ്ഞിനെ ആ റീലൊക്കെ ഞാൻ കണ്ടായിരുന്നു, അത് നല്ല റീച്ച് ആയിരുന്നു നല്ല. അപ്പൊ ആ ഒരു അച്ഛനായ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, കുഞ്ഞിനെ ഇങ്ങനെ കൈകൊണ്ട് വാങ്ങുമ്പോ കുഞ്ഞിനൊക്കെ എടുക്കാനൊക്കെ അറിയായിരുന്നോ? അത് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ്. ഇപ്പൊ ഞാൻ പോലും തന്നെ എനിക്കറിയില്ല. ആദ്യം ഞാൻ കയ്യിലേക്ക് ഞാൻ പിന്നെ ആദ്യത്തെ ഒരു ഇതില് മേടിച്ച്, പിന്നെ എനിക്ക് എടുക്കാനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് പോലും അറിയില്ലായിരുന്നു. കാരണം അമ്മയാണ് എനിക്ക് തരുന്നത്, ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് കയ്യിൽ തരുന്നത്. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് എല്ലാം ശീലമായത്, എടുക്കാനും എങ്ങനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ. ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ജനിച്ചൊരു കുഞ്ഞിനെ എടുക്കുന്നതും. ഇതിനു മുമ്പ് വേറെ ആരുടെയും എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കുറെ കുട്ടികളെയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് പരിചയമുണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കാണാറുണ്ട്, കുട്ടികളെ ഇപ്പൊ 3-ാമത്തെ മാസം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികളെ നമ്മൾ ഒരുപാട് കേട്ടില്ല, എറിഞ്ഞു കൊല്ലുന്നു, ഇങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് എന്തോ മാനസിക പ്രശ്നം, ഇങ്ങനെ ഡിപ്രഷൻ വന്നിട്ടാണെന്ന് പറയാറുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകും. അങ്ങനെ കുഞ്ഞിനെ അങ്ങനെ ഉപദ്രവിക്കാനല്ല, എങ്കിൽ കൂടി കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷവും അങ്ങനെ സങ്കടവും അങ്ങനെയൊക്കെ വരുമോ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഒരു ക്യാരക്ടർ പോലെ ഇരിക്കും. ചിലവർക്ക് കൂടെ എത്ര പേരുണ്ടെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരു ഇത് വരും. അപ്പം അങ്ങനത്തെ ഇല്ലാത്ത പക്ഷം നമുക്ക് ഒരു മാനസികമായിട്ട് നമുക്ക് അങ്ങനെ തോന്നും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്യണം, അല്ലെങ്കിൽ ചിലർ സൂസൈഡ് തന്നെ ചെയ്തു പോകും ആ ഒരു അവസരം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേര് കൂടെ, ഹസ്ബൻഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർ, അവരെല്ലാവരും കൂടെ ഉണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ചിലവർക്ക് ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് അങ്ങനെ സപ്പോർട്ടിനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് തോന്നും. അതെ, എന്നുവെച്ചാൽ കടന്നു പോകുന്ന ഒരു ഒറ്റക്കൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് എന്തായാലും പറ്റത്തില്ല. ഒന്നാമത് മെയിനായിട്ട് സി സെക്ഷൻ കഴിഞ്ഞ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ എണീക്കാനും പിന്നെ ഫീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് പോലും ചിലവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തോന്നിപ്പോകും. വിഷ്ണുപ്രിയ നല്ലൊരു ഭാഗ്യവതിയായിരുന്നു. ഇപ്പൊ പ്രസവിക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടായിരുന്നു, ഒന്നിച്ച് കൊണ്ടുപോകാനും. നിങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കുന്ന വീഡിയോ, 9-ാം മാസത്തിലൊക്കെ ഡാൻസ് കളിച്ചു അല്ലേ? അന്നേരം എനിക്കിത് കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡിന്റെ അമ്മയാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അധികം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാം മൊത്തത്തിൽ വന്ന കഷ്ടപ്പാടൊക്കെ മാറിയപ്പോ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ആ ഒരു ഇപ്പൊ നമ്മളിപ്പോ എത്ര പെയിൻ സഹിച്ചെന്ന് പറഞ്ഞാലും കുഞ്ഞിനെ കാണുമ്പോ ആ പെയിനൊക്കെ അവിടെ ഇല്ലാണ്ടാവും. ഞാനപ്പോ സി സെക്ഷനിൽ നമുക്ക് അനസ്തീഷ്യ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നൊന്നും അറിയില്ല. നമുക്ക് അവര് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മാത്രം നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ബേബിയുടെ കരച്ചിൽ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അപ്പൊ ഉള്ള ഒരു വേദനയൊക്കെ ഇല്ലാണ്ടായി എന്നുള്ളതാണ്. അപ്പൊ തന്നെ ഡോക്ടറെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു, ബേബി ബോയ് ആട്ടോ വിഷ്ണുപ്രിയക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉണ്ടായ ഒരു സന്തോഷം ഭയങ്കര ഒരു സന്തോഷമാണ്, അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ പറയായിരുന്നോ ആദ്യം ഇങ്ങനെ, പിന്നെ ആൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും അങ്ങനെയാണെന്നായിരുന്നു കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. നമ്മള് വളകാപ്പിനൊക്കെ നമ്മൾ കൂടുതൽ വോട്ടിന്റെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഗേളിനാണ് ഞങ്ങള് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിക്കവരും എല്ലാരും ഗേളിനാ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് എല്ലാരും പറയും നിനക്ക് ഗേളാണ്. ഒരാള് വയറ് കണ്ടിട്ടൊക്കെ പറയും പെൺകുട്ടിയാണെന്ന്. ഞാൻ കുറെ കമന്റ് ഒക്കെ കണ്ടു. കമന്റിൽ മൊത്തം ഗേളെന്നൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഓർത്ത ഗേളായിരിക്കും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. അതെ, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. നമുക്കൊരു ആദ്യത്തെ കുട്ടി പെണ്ണ് വേണം, പിന്നെ ആണ് വേണം, അങ്ങനെയൊക്കെ ഇതുണ്ടാവുമല്ലോ. പെണ്ണ് വേണമെന്നായിരുന്നു. ഇനിയിപ്പോ അവൻ ഇത് വലുതായി കണ്ടു അത് കുഴപ്പമില്ല, വേണ്ടായിരുന്നല്ലേ. പക്ഷെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നതിന് ആ ഒരു മിനിറ്റ് മുമ്പില്ലേ, ആ ഒരു മിനിറ്റ് മുമ്പ് നമ്മൾ ഗേള് പോയെന്നൊക്കെ മറക്കും. നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് കിട്ടണം. എന്റെ ഞാൻ പുറത്തുനിന്ന് ആ ഒരു 10-15 മിനിറ്റ് ഇവിടെ മറ്റേ സിസേറിന് കൊണ്ടുപോയ ടൈമിൽ ഞാൻ ഗേള് പോയി അതൊന്നും ചിന്തിച്ചില്ല.
കിട്ടുമ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അല്ല, ആരോഗ്യത്തോടെയുള്ള ഒരു അങ്ങനെ കിട്ടണത് മാത്രം എന്റെ മൈൻഡ്. അങ്ങനെ അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് ആ പറയുന്നത്. ടൈമില് ശരിക്കും ഞാനാണെങ്കിൽ പോലും അത് മറന്നുപോയി എന്നുള്ളതാണ്. ഗേള് വേണം എന്നുള്ള ഒരു മൈൻഡ് മറന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞത് നിങ്ങളുടെ 2025 അല്ലേ? ആ ഒരു കല്യാണ വീഡിയോ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എത്ര വട്ടം കണ്ടെന്നേരം അത് ആ കമന്റിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരുപാട് വട്ടം കണ്ടു കഥയിലെ രാജകുമാരൻ ആ ഒരു സോങ്ങിന്. അപ്പൊ നിങ്ങളെ വിഷ്ണുപ്രിയയുടെ ചിരിയാണേലും ഭയങ്കര രസമാണ്. ചെറിയൊരു പല്ലുള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ്. അപ്പൊ ഈ ചിരിയിലാണോ വീണത്? അത് പറയുന്നത് ചിരിയാണ് ഭയങ്കര ഇഷ്ടം. ചിരി ഇഷ്ടായിരുന്നു. ആണോ? ഇഷ്ടായിരുന്നു. ഇഷ്ടായിരുന്നു വേണമെങ്കിൽ പറയാം അങ്ങനെ. അല്ല, നല്ല ചിരിയാ. പിന്നെ അന്ന് കാണാൻ ഭയങ്കര ഇതായിരുന്നു, ക്യൂട്ടായിരുന്നു. ക്യൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചെറിയൊരു എന്നാ പൂച്ചയുടെ ഒരു ഇതുപോലെയായിരുന്നു. ഞങ്ങൾ അങ്ങനെയൊക്കെ ഭയങ്കര മെലിനിട്ടായിരുന്നു ഞാൻ. ക്യൂട്ട്. ഫേസ് ഒക്കെ ഭയങ്കര കുഞ്ഞിതായിരുന്നു. ഇങ്ങനെ കല്യാണം കഴിഞ്ഞത് 2025 അന്നേരമേ കുട്ടിയെ കുറിച്ചൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, കല്യാണം കഴിക്കുമ്പോൾ ഇത്ര വർഷത്തിനുള്ളിൽ വേണം അങ്ങനെയൊക്കെ? പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കൂടുതലും നിർബന്ധം 5G പോലെ കാര്യങ്ങൾ നടന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി May 11. ഇപ്പൊ അടുത്ത മാസം അപ്പൊ കുഞ്ഞുമായി. അപ്പൊ പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയി. അത് കുഴപ്പമില്ല, കൊറേ നാള് പ്രണയിച്ച് നടന്നല്ലേ? അപ്പൊ ഞങ്ങള് പ്രണയിച്ച് കൊറേ നടന്ന 8 വർഷം പ്രണയിച്ചു. അപ്പം 8 വർഷം എവിടുന്നാണ്, എങ്ങനെയാണ് പ്രണയം സ്റ്റാർട്ട് ചെയ്തത്? സ്കൂൾ. ഞാൻ എന്റെ ജൂനിയർ ആയിട്ട് വന്ന. ഏത് ക്ലാസ്സിലായിരുന്നു? ഞാൻ +2 ഞാൻ വേറെ +2 പഠിച്ച് അവിടുന്ന് വന്നതാ. വേറെ സ്കൂളിലോട്ട് അവിടുന്ന് ചെറിയ കുറച്ച് വിഷയമൊക്കെ ഉണ്ടായിട്ട് ഞാൻ അവിടുന്ന് പോകുന്നത്. അവിടുന്ന് ഞാൻ പോകുന്നു +2 ഉണ്ട്. ഇവള് പാലക്കാടായിരുന്നു ആ ടൈമില്. ഇവള് അവിടുന്ന് എറണാകുളത്ത് വന്നു. എറണാകുളത്ത് ഇവിടെ ഈ ഇവിടെ അല്ലായിരുന്നു, അല്ലല്ല വേറെ വീട്ടിലായിരുന്നു. അവിടുന്ന് അലോട്ട്മെന്റ് വെച്ച് മോട്ടറിക്ക് വന്നു. അപ്പൊ ഞങ്ങള് യാദൃശ്യമായിട്ട് എങ്ങനെയൊക്കെ കണ്ടുകൂട്ടിയതാ. ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് പഠിക്കാൻ. കാരണം എനിക്ക് ഇവിടെ മാക്സിമം ഫില്ലായിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് കുറച്ച് ദൂരെ കിട്ടിയത് മൂവാറ്റുപുഴ സ്കൂൾ, മറ്റേ ശിവൻകുന്ന് സ്കൂളിലായിരുന്നു കിട്ടിയത്. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ശരിക്കും ട്രാൻസ്ഫർ വെച്ച് പോകാനിരുന്നതാണ്. അപ്പോഴാണ് സ്റ്റാർട്ടിങ് വേണ്ടേ? സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ഇവള് മറ്റേ ഞാൻ +2 ആയല്ലോ, നമ്മള് സീനിയർ ആയല്ലോ സ്കൂളിലെ. അപ്പൊ ഞങ്ങളിങ്ങനെ ജസ്റ്റ് കളക്ഷൻ അടിക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പോയതാ. അപ്പൊ ഞങ്ങളിത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കണമെന്നില്ല അല്ലേ? ജസ്റ്റ് ഇവളിങ്ങനെ അവിടെ നടന്നു വരുമായിരുന്നു, ഇങ്ങനെ ഒരു മതിലിന്റെ സൈഡിൽ നടന്നു വരുമായിരുന്നു. അപ്പൊ ഞാനും ഇവിടെ നിന്ന് നടന്നു നിന്ന് ജസ്റ്റ് ഇവളുടെ മേത്തായിട്ട് ഇങ്ങനെ മുട്ടിയതാ. അങ്ങനെ മുട്ടി കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു കുട്ടിയാണ്. നല്ലൊരു കുട്ടിയാണ്. അപ്പൊ എനിക്ക് വേറെ ഒരു 2 റിലേഷൻ ഉണ്ടായിരുന്നു അവിടെ. 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ നോക്കിയതാ. എന്നിട്ട് ഞാനൊരു സോറി പറഞ്ഞു, സോറി ഇട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ചുമ്മാ കണ്ടാലോ ഒന്ന് കുട്ടി നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് വരും. ഇടയ്ക്ക് വന്ന് സോറി പറഞ്ഞോണ്ട് ഞാൻ കൊറേ ഇങ്ങനെ ഒരു 2-3 ദിവസം ചുമ്മാ സോറി ഇട്ടോ എന്ന് പറഞ്ഞ ഇവിടെ കാണാൻ വേണ്ടിട്ടു. അങ്ങനെ പോയി 3-4 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ ഒന്ന് പ്രപ്പോസ് ചെയ്തു. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര ജാടയിട്ട് എനിക്കിഷ്ടമൊന്നുമില്ല അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, അന്ന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവളുടെ ഒരു കൂട്ടുകാരി പോയിട്ട് ഇടയ്ക്ക് പാരയൊക്കെ വെച്ച്, എടി അവൻ ഇങ്ങനെയാണ്, കോഴിയാണ്, അവന് നോക്കല്ലേ ഉണ്ടായിരുന്നല്ലോ അല്ലേ 2 എണ്ണം? ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തായാലും ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. പിന്നെ അത് പറയിപ്പിക്കണം എന്നായി. അത് കഴിഞ്ഞിട്ട് ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങും നോക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നുകൂടെ ചോദിച്ചു. അപ്പോഴും ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ പ്രാവശ്യം ഞാനിവിടെ അവിടെ ഞങ്ങളൊരു പൈപ്പ് കൈയൊക്കെ കഴുകാനുള്ള സ്ഥലമുണ്ട്. അവിടെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് ഇഷ്ടമാണ്. ഞാൻ കുറച്ച് സെന്റ് അടിച്ചു, ചുമ്മാ നമ്പർ ഇറങ്ങിയതാ. അതില് പുള്ളിക്കാരി വീടും. അതെ, നീ നാണം കിടത്തല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പൊ ആള് ഭയങ്കര ഒരു കരട പോലെയൊക്കെ ആയിട്ട് തിരിച്ചു പോയി. അപ്പൊ എനിക്ക് അതെന്നപ്പോൾ എനിക്ക് സങ്കടമായി പോയി. ഞാനെന്താ അഭിനയിച്ച ഞാൻ നൈസായിട്ട് കുറച്ച് സെന്റിയൊക്കെ അടിച്ചിട്ട് അന്നായിക്കോട്ടെ പറഞ്ഞിട്ട് കുറച്ച് കൈ ഇറക്കിയിട്ട് ഞാൻ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പം അല്ലെങ്കിൽ സാധാരണ ഇന്റർവ്യൂലിനൊക്കെ വന്ന് അവിടെ നിക്കണതാണ്.
അപ്പോൾ വൈകുന്നേരത്തെ ഇന്റർവെല്ലിനായപ്പോഴത്തേനും ആളെ കാണണില്ല. അപ്പോൾ ഞാനൊരു സീരിയസ് ആയിട്ട് എന്താണ് ആള് പോയതാണ്, ഇനി വരൂലെന്ന് വിചാരിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഭയങ്കര സാഡ് അടിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഇനി വരൂലെന്ന് തോന്നുന്നു, നീ ഇപ്പോൾ പുറകിലും നടക്കില്ലെന്ന് തോന്നണം എന്നൊക്കെ പറഞ്ഞ് അന്നേരം 4 മണിയായപ്പോഴത്തേനും സ്കൂൾ വിട്ട്. അന്നേരം പോണ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരാളവിടെ ഗേറ്റിൻ്റെ അവിടെ ഫ്രണ്ടിൽ നിൽക്കുക, മറ്റേ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു വീട്ടിൽ ചെന്നിട്ട് അല്ലേ, നീ ഒന്നല്ലേ അന്നേരം ഞാൻ ഫേസ്ബുക്ക് ID കൊടുത്തു. ഞാൻ മെസ്സേജ് അന്നേരം അവള് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ പിന്നെ സെറ്റായി. അതിന്റെ പിന്നെ ആ ഒരു വിഷമം കൊണ്ടാണ് കാണാഞ്ഞിട്ട്. ഇതൊക്കെ ഇത് വാഴാറ്റു എല്ലാം നിങ്ങളുടെയൊക്കെ പ്രണയേ. അപ്പൊ വിമലിന്റെ ആ ഒരു കരച്ച് ആ ഒരു വിഷമമുള്ള മുഖം കണ്ടിട്ടാണോ ശരിക്കും പറഞ്ഞ വീണ് പോയത്? ശരിക്കും എനിക്ക് ഒരു മുഖത്തിലൊരു ഭയങ്കര ഒരു വിഷമമായിട്ട് ആളിങ്ങനെ പോയി. അപ്പൊ പോയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര, കാരണം അത്രയും ദിവസം അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. കാരണം എപ്പോഴും ഭയങ്കര ചിരിച്ചു കളിച്ച് വന്ന് ഇരുന്നിട്ട് ലാസ്റ്റ് ആയിട്ട് ചോദിക്കണേന്ന് പറഞ്ഞു. ലാസ്റ്റ് ആയിട്ട് അപ്പൊ ഞാൻ ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ വൈകുന്നേരം ഇന്റർവെല്ലിനും കണ്ടില്ല. അവിടെ ഇവിടെ നിൽക്കുമല്ലോ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്, കണ്ടില്ല. അപ്പോഴെനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഞാൻ ഇങ്ങനെ തപ്പണയാണ് ആളെ, അവിടെ എങ്ങുമില്ല. അപ്പൊ ഞാനൊക്കെ വിഷമിച്ച് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, ചിലപ്പോ എനിക്ക് ചെറുതായിട്ട് ഇഷ്ടമുണ്ട്, ഞാൻ ചിലപ്പോ പറയും, ഓക്കെ എന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പോകുമ്പോഴാണ് സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടെ നിക്കണത്. അപ്പോഴെനിക്ക് കണ്ടപ്പോ ഒരു ആശ്വാസമായത്. എന്തായാലും പോയിട്ടില്ല. അപ്പോഴെനിക്ക് മറ്റേ വിമൽ ഫോക്സ് 2 എന്നായിരുന്നു ആളുടെ ഫേസ്ബുക്ക് ID. അത് ഒരു കുഞ്ഞു പേപ്പറിൽ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് വീട്ടിൽ ചെന്നിട്ട് അന്നൊക്കെ ഫോണില്ലല്ലോ, അപ്പൊ അമ്മയുടെ ഫോണില് ഫേസ്ബുക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് സെർച്ച് ചെയ്ത് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. പിന്നെ അങ്ങനെ സെറ്റാക്കി. ആ പ്രണയം ഇവിടം വരെ എത്തി നിൽക്കുന്നു. പിന്നെ പോയില്ല, ഒഴിവായില്ല. ഫിക്സ്ഡ് ആയി. പക്ഷേ വിഷ്ണുപ്രിയ വന്നിട്ട് ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. തലതെറിച്ചൊരു ചെക്കനായിരുന്നല്ലോ. അത് ഭയങ്കര ഇതായിരുന്നു. കാരണം അന്നൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കൂടി ഭയങ്കര അലമ്പായിരുന്നു. സസ്പെൻഷൻ ഒക്കെ കിട്ടി, മറ്റേ സ്കൂളിൽ തീയൊക്കെ സസ്പെൻഷൻ എന്താണ് സ്കൂളിൽ തീയിട്ടോ? തീയിട്ടോ ഇവര് പോയി കംപ്ലൈന്റ്. ഞങ്ങള് മറ്റേ അങ്ങനെയൊക്കെ സ്മോക്ക് ചെയ്യലോ മറ്റേ സ്കൂളിലെ പിള്ളേരൊക്കെ. ഞാൻ ഇടയ്ക്ക് വരിക്കും. അപ്പൊ ഞങ്ങള് ചോറിനിട്ട് പോയതാ. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ അർജുൻ, ആ മരിച്ചു കേട്ടോ, ആക്സിഡന്റ് മരിച്ചു. അപ്പൊ ഞങ്ങള് പോയപ്പോ പുള്ളി നൈസായിട്ട് സിഗരറ്റ് കത്തിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോയതാ. ഞങ്ങള് ചോറിന് കൊണ്ടുവന്ന് ഫയർഫോഴ്സ് അടിച്ചോണ്ടിരിക്കുക, സ്കൂള് നിന്ന് കത്തുക. അത് ഇവരുടെ ഗ്യാങ് പോയിട്ട് എന്റെ പേര് പറഞ്ഞു കൊടുത്തു. എന്റെ വേറെ ഇതിന്റെ പേര് ജിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ട്, അവന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നെ പറഞ്ഞു എന്നിട്ട് അവിടുന്ന് പിന്നെ എക്സാമിനാ പോയത്. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ അലമ്പായിരുന്നു. കുറച്ച് നല്ലോണം. പിന്നെ നേരെ ആക്കിയത് വിഷ്ണുപ്രിയാണോ? നേരെ ആക്കിയതല്ല, ഞാൻ ലൈഫിൽ വന്ന പിന്നെ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ 70% മാറ്റി, 30%. എന്നാലും ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? എനിക്ക് വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, സീരിയസ് ആയിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പോ? +2 മുമ്പാണോ? +2 മുമ്പ്, 10th ശരിക്കും അന്നേരം ഒരു 19 വയസ്സ് ടൈമില് ആ ടൈം വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാലേ അവളെ കാണണേ. അല്ല, +2 17 വയസ്സല്ലേ? അന്നേരല്ലേ നിങ്ങൾ കണ്ടുമുട്ടിയത്? അങ്ങനെയല്ല, എനിക്ക് 17 ഞാൻ 2 കൊല്ലം വേറെ പഠിച്ചിട്ടാണല്ലോ വരുന്നേ. ഞാൻ 2 കൊല്ലം പഠിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുന്നേ. അപ്പൊ 20ാമത്തെ വയസ്സിലാണോ +2 പഠിച്ചേ? ഞാൻ +2 പഠിക്കുമ്പോ ഇവളെക്കാരും 3 വയസ്സ് മൂത്തതാണ് ഞാൻ. 2 വയസ്സിന്. 2 വയസ്സ് മൂത്താണ്. എനിക്ക് അന്നേരം 17 ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് 19. അപ്പൊ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടോ. 19 വയസ്സ് വരെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. 19 ആണ് എനിക്ക് വയസ്സ്. അതല്ല, പിന്നെ വിഷ്ണുപ്രിയനെ കാണുന്നത് വരെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. മുമ്പ് വരെ ഉണ്ടായിരുന്നു. വിഷ്ണുപ്രിയ കണ്ടപ്പോ അതൊക്കെ തേച്ചതല്ല, അതിലൊരു സ്റ്റോറി ഉണ്ട് അല്ലേ? അതെ, ഞങ്ങള് നല്ല റിലേഷൻ ആയിരുന്നു. ഞാൻ പുള്ളിക്കാരായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ വീട്ടിലൊക്കെ ഇഷ്യൂ ആയി അവളുടെ. അപ്പൊ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല അന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ രാവിലെ എണീച്ചപ്പോ ബാഗൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക അവള്. വീട്ടിൽ വന്ന് നിന്നിട്ട് പിന്നെ അങ്ങനെ കുറെ വിഷയമൊക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരീനെ ഇവിടുന്ന് സ്ഥലം മാറ്റിയായിരുന്നു. ഇവിടുന്ന് അവരുടെ വീട്ടുകാരിങ്ങനെ വേറെ സ്ഥലത്തോട്ട് വിട്ടു. പിന്നെയാണ് അറിയണ അവൾക്ക് വേറെ റിലേഷനൊക്കെ ഉണ്ടായി ഉണ്ടെന്നും അവള് കല്യാണം കഴിക്കാനൊക്കെ പോവാന്നൊക്കെ പറഞ്ഞ് ആള് ഇറങ്ങി വന്നപ്പം ഞാനായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പൊ എന്നോട് കൺഫ്യൂഷൻ ആയില്ലേ? അപ്പൊ ഞാൻ പറയാം, ഒരു സമയം തന്നെ ബെഞ്ചിങ് ആയിരുന്നു അല്ലേ? അതായത്
ആദ്യത്തെ റിലേഷൻഷിപ്പ് ആളുമായിട്ട് ഇഷ്ടത്തിലായിട്ട് വേറൊരു ഫ്രണ്ടിനോട് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ആള് തേച്ചിട്ട് പോയതാണ്. ആ കുട്ടി തേച്ചിട്ട് പോയതാണ്. പിന്നെ ഞാനായിട്ട് കണ്ടുമുട്ടി ഞങ്ങള് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ വന്ന് കേറിയതാ. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറയണം. വന്ന് ഞങ്ങളുടെ ഇടയിൽ വന്ന് കേറിയതാ. അപ്പോഴാണ് ഈ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ആള്, കാരണം മറ്റേ ഫ്രണ്ടായിട്ട് ഇഷ്ടത്തിലായിരുന്നല്ലോ. അപ്പൊ അവൻ തേച്ച് കാണും. അവൻ തേച്ചിട്ട് മറ്റേ ചേട്ടന്റെ സ്നേഹമാണ് പുണ്യം എന്ന് പറഞ്ഞിട്ട് വന്നു. ബാഗും അതൊക്കെ ആയിട്ട് വന്നു. അതെ ലാസ്റ്റ് ആരും ഇല്ലാണ്ടായപ്പോ തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേനും അന്നേരം ഞാനായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവളിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പൊ ഞാനപ്പോ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഒഴിവായി തന്നോളാം, അങ്ങനെ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം എന്തോ മെസ്സേജ് എന്തോ അയക്കാണ്ടിരുന്നു. അപ്പൊ ആള് തിരിച്ചിങ്ങോട്ട് മെസ്സേജ് അയക്കും, എന്താ മെസ്സേജ് അയക്കാത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ എക്സ് വന്നല്ലോ, അപ്പൊ പിന്നെ ഞാന് ഇരുന്നിട്ട് കാര്യമില്ല, കാരണം നിങ്ങളെ ആദ്യം റിലേഷൻഷിപ്പ് ആയതൊക്കെ പറഞ്ഞ അങ്ങനെ കുറച്ച് കഥകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒഴിവാക്കി അല്ലേ? എങ്ങനെയാണ് ഒഴിവാക്കിയത്? അത് കല്യാണം കഴിച്ചു പോയി, വേറെ കല്യാണം കഴിച്ചു. ബാഗൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന സമയത്ത് എന്തായിരുന്നു പിന്നെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അച്ഛന്റെ അമ്മയുടെ ഒക്കെ അവര് കണ്ടോ? അവരെ കണ്ടില്ലേ? നല്ല ഉറക്കൊറങ്ങിക്കൊണ്ടിരിക്കുന്ന. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക, എന്റെ കിളി പോയില്ലേ പഴയ. ഞാനപ്പോ നാളെ തൊട്ട് പെയിന്റിങ്ങിന് വേണം ഓർത്തോണ്ടിരിക്കുക. അങ്ങനെ ഒരു ബോധം ഉള്ളതുകൊണ്ട് പക്ഷെ എന്താ സ്വീകരിച്ചില്ല. അതെ, ഞാൻ അന്ന് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തില്ലായിരുന്നു. ഇവളായിട്ട് റിലേഷനായി ഇങ്ങനെ സെറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട്. അപ്പൊ അന്ന് ബാഗ് എടുത്ത് വന്നല്ലോ. അപ്പൊ നമ്മൾ ഓരോ സീരിയലൊക്കെ കാണാറില്ല ഇങ്ങനെ, അത് രണ്ടുപേരും കൂടി ആയിരിക്കും മാലയിട്ടിട്ടൊക്കെ വരുന്നത്. ഇത് പെണ്ണിങ്ങനെ വന്ന സമയത്ത് വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞത്? എന്തായിരുന്നു അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ? അവർക്കൊക്കെ നേരത്തെ അറിയായിരുന്നു അതിനെ പറ്റി. അപ്പോ ഇങ്ങനെ പ്രശ്നമായിട്ട് വന്നല്ലേ. അപ്പൊ എന്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എതിർപ്പ് അങ്ങനെ സീനൊന്നും ഇല്ല. അപ്പൊ അവരുടെ വീട്ടിൽ വിളിച്ചിട്ട് അങ്ങ് കൊണ്ടാക്കുവാണോ ചെയ്തത്? വീട്ടില് അവര് വന്നു. ശരിക്കും ആളുടെ വീട്ടില് ഭയങ്കര സീനായിരുന്നു. കാരണം ആളെ ഭയങ്കര ഉപദ്രവിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാതെയാണ് ഇറങ്ങി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ തിരിച്ചു പോയി. പിന്നെ അവര് വീട്ടുകാര് തന്നെ വേറെ സ്ഥലത്തേക്ക് ഹോസ്റ്റൽ അങ്ങനെ ഒന്നും കൊണ്ട് ആക്കി എന്തോ ചെയ്തു. അവിടെ ചെന്നപ്പോ വേറെ ഒരുത്തനായിട്ട് റിലേഷനായി. ഷാജി ബാബന്റെ പെണ്ണ് പോയ പോലെ പെട്ടെന്നായിരുന്നു. പെട്ടെന്നൊരു മറ്റേ ചേട്ടന്റെ സ്റ്റാറ്റസ്. പക്ഷെ ഞങ്ങള് രണ്ടുപേരും കൂടെ ഇപ്പൊ കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മറ്റേ ഒരു എവിടെ എത്താണ്ട് ഇങ്ങനെ ആയിപ്പോയി. കാരണം അത്രയും ചെറു പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചിട്ട് ഓരോ നമ്മളൊരു ലൈഫ് ഒന്ന് സെറ്റിൽമെന്റ് ആവണല്ലോ. അപ്പൊ ചേട്ടൻ അന്ന് അങ്ങനെ വിചാരിച്ചത് കൊണ്ട്, ആ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അന്ന് ചിലപ്പോ സ്വീകരിച്ചാർന്നെങ്കിൽ പെട്ടു. കാരണം ഇപ്പൊ എല്ലാ ഒരു ബോയ്സിനും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം ഒരു പെണ്ണ് ഇറങ്ങി വന്നു എന്റെ തലയിലായി എന്നുള്ള ഒരു ഇതിലൊക്കെ വരുമല്ലോ. ഒന്നാമത് ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ആൾക്ക് ഭയങ്കര സീരിയസ് ആയിരുന്നു.